ഹായ് ഗേസ്, എല്ലാവർക്കും സിജോയ് ടെക്നോളജി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അത് അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനലായിട്ടാണ്. യൂട്യൂബ് ചാനൽ മാത്രമല്ല, യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇന്നലെ മിനിഞ്ഞാന്നോ അങ്ങോട്ട് ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടു. ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ഫുൾ സ്ക്രീന് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുകളിലേക്ക് ആക്കുമ്പോഴല്ലേ ഫുൾ സ്ക്രീൻ ആവും. അപ്പോൾ ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഈ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റും. ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കാണാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വല്ല സോങ്ങാ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. നിങ്ങൾ സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിലും സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും കോമഡി പരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ വീഡിയോ കാണും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച വീഡിയോ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ഉള്ള ഓപ്ഷൻ ഇല്ലേ, അതിന് തൊട്ട് മുകളിലായിട്ട് ടൈറ്റിൽ എന്ന ഭാഗമില്ലേ, ആ ടൈറ്റിൽ എന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് ഒന്ന് വലിക്കുക. ആ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന ഭാഗമില്ലേ, വീഡിയോയുടെ ടൈറ്റിൽ, അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ താഴോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനാവും വീഡിയോ. പിന്നെ മുന്നത്തെ അപ്ഡേറ്റ് വേർഷനിൽ മുന്നൊക്കെ മുകളിലേക്ക് ആക്കുമ്പോഴാണ് ഫുൾ സ്ക്രീൻ ആവുക. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ അതുമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്ന ഭാഗം അവിടെ ഇങ്ങനെ താഴോട്ട് ആക്കി കഴിഞ്ഞാൽ വീഡിയോ ഫുൾ സ്ക്രീനായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. പിന്നെ യൂട്യൂബിൽ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കത് കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ആപ്പിൽ അടുത്ത അപ്ഡേറ്റ് വന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. അടുത്ത അപ്ഡേറ്റ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. അത് നിങ്ങൾക്കും സംഭവം ആണ്, നിങ്ങൾക്ക് അത് ഉപകാരമാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും നല്ല ഉപകാരമാണ് ഈ വരാൻ പോകുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് ഞാൻ പറയാം. ഒരു യൂട്യൂബേഴ്സ് വഴിയാണ് ഞാൻ ഇത് അറിഞ്ഞത്. അയാൾ ഈ യൂട്യൂബിൻ്റെ വിക്കിപീഡിയയിൽ വെബ്സൈറ്റൊക്കെ വഴിയാണ് അപ്ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയും അറിയാം, വെബ്സൈറ്റ് വഴി അറിയാം. യൂട്യൂബിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെബ്സൈറ്റ് വഴിയും ഈ വിക്കിപീഡിയ വഴിയും അറിയാം. അങ്ങനെ അറിയാൻ പറ്റും അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന്. അപ്പോൾ
വരാൻ പോകുന്ന അപ്ഡേറ്റ് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്കാണ്. കാരണം നമ്മൾ ഈ ലോങ് വീഡിയോയിൽ കസ്റ്റം തംബ്നെയിൽ ചേർക്കില്ലേ, അതുപോലെ ഷോർട്ട് വീഡിയോയിലും വരും. അപ്പോൾ വരാൻ പോകുന്നുണ്ട് അപ്ഡേറ്റ്. എല്ലാവരുടെ ഇതിൽ എത്തിയിട്ടില്ല. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ് ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ തംബ്നെയിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കണം തംബ്നെയിൽ കൊടുക്കാൻ പറ്റുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് തംബ്നെയിൽ കൊടുക്കാൻ പറ്റുക. അത് ഷോർട്ട് വീഡിയോയിൽ. ലോങ് വീഡിയോയിൽ എപ്പം വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും ചെയ്യുന്ന ഇടയിലായാലും ശേഷമായാലും തംബ്നെയിൽ ഒക്കെ ചേഞ്ച് ചെയ്യാം. ഷോർട്ട് വീഡിയോയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിലീറ്റ് ചെയ്യണം വീഡിയോ, എന്നിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം ഷോർട്ട് വീഡിയോ. അങ്ങനെയാണ് ഇതുവരെ നടന്നത്. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഷോർട്ട് വീഡിയോയിൽ തംബ്നെയിൽ ചേർക്കാനായിട്ട് പറ്റുക. അത് കസ്റ്റം തംബ്നെയിൽ. അപ്പോൾ ഇനി മുതൽ ലോങ് വീഡിയോ പോലെ ഷോർട്ട് വീഡിയോയിൽ കസ്റ്റം തംബ്നെയിൽ ചേർക്കാനുള്ള ഓപ്ഷൻ വരാൻ പോവാണ്. കസ്റ്റം തംബ്നെയിൽ ഷോർട്ട് വീഡിയോയിൽ ചേർക്കാൻ പോകുന്ന ഓപ്ഷൻ വരാൻ പോവാണ്. അപ്പോൾ അത് എല്ലാവർക്കും എത്തണമെങ്കിൽ ഇനി 1 മാസം അതല്ലെങ്കിൽ 2 മാസം വേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. പിന്നെ ടാർഗറ്റ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ 1000 അതല്ലെങ്കിൽ 2000 വ്യൂസിൽ പിന്നെ ലൈക്കിലൊക്കെ എത്തിക്കണം പരമാവധി. അപ്പോൾ നമുക്ക് അധികം സമയമില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഗൈസ്, എല്ലാവർക്കും സിജോയ് ടെക്നോളജി ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബ് എന്ന ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്പായാലും വെബ്സൈറ്റായാലും എന്തായാലും ഏതിനും ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൻ്റെ ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെബ്സൈറ്റിലൊക്കെ പോകും. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പണാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിലുള്ള യൂട്യൂബ് ആപ്പാണ്. അപ്പോൾ അത് ഞാൻ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്പണാക്കുമ്പോൾ ഹോം പേജാണ് വരിക. അതിൽ ഒരുപാട് വീഡിയോസാണ്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഓപ്പണാക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പണാക്കുക, സെർച്ച് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, നിങ്ങൾ സ്ഥിരം കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പണാക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഒരു വീഡിയോ ഓപ്പണാക്കുക. അപ്പം ഞാനിവിടെ ഓപ്പണാക്കുന്നത് M4 ടച്ച് ജിയോ മച്ചാൻ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ ഞാനത് ഓപ്പണാക്കാണ്.
അപ്പോൾ അതിനുശേഷം ഞാൻ എങ്ങനെയാണ് വലുതാക്കുക എന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം. 1 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ജിയോ മച്ചാന്റെ M4Tech ചാനൽ. കേരളത്തിലെ അറിയപ്പെട്ട യൂട്യൂബർ ആണ് ജിയോ. ഞാനത് പോസ് ചെയ്തു, കാരണം വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പോസ് അമർത്തി. അപ്പോൾ ഞാൻ എങ്ങനെയാണത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ജിയോ മച്ചാനെ എന്ത് പറ്റി എന്ന് എഴുതി വച്ചിരിക്കുന്ന ടൈറ്റിൽ ഭാഗമില്ലേ, അവിടെ പോയിട്ട് നിങ്ങൾ വിരൽ കൊണ്ട് ഏതെങ്കിലും ഒരു വിരൽ കൊണ്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ ടൈറ്റിൽ ഭാഗത്തെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് വിരൽ കൊണ്ട് ഹോൾഡ് ചെയ്ത് ഇതിങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ പിടിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന രീതിയിൽ ഒരു സംഭവം കാണും. അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ സാവധാനം അടിക്ക് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ സിംഗിളിൻ്റെ ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ ഇനി റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റിൻ്റെ ഫുൾ സ്ക്രീൻ വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ സിംഗിളിൻ്റെ ഫുൾ സ്ക്രീൻ വീഡിയോ ആണ്. ചെറുതായിട്ട് പറയാൻ വിട്ടുപോയി. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റിൻ്റെ ഫുൾ സ്ക്രീൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് വീണ്ടും പഴയ ഈ രീതിയിലേക്ക് ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ടൈറ്റിൽ ഭാഗത്തല്ല, ഇവിടെ വീഡിയോയുടെ ഉള്ളിലാണ്. അപ്പോൾ വീഡിയോയുടെ ഉള്ളിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ താഴോട്ട് ഫീഡിൽ അല്ലെങ്കിൽ സാവധാനം താഴോട്ട് ഇങ്ങനെ ആക്കുക. സ്പീഡ് ആക്കിക്കോ, അതായിട്ട് നല്ലത്. പിന്നെ വേറൊരു അപ്ഡേറ്റ്, അത് മുമ്പുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റാ, വേറൊന്നല്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുൾ സ്ക്രീനിൽ വന്ന് കിടക്കും. ഇനി ഇതിങ്ങനെ സിംഗിള് എന്ന രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ സിംഗിൾ സ്ക്രീനായിട്ട് വന്നു കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് യൂട്യൂബിൻ്റെ ഭാഗത്ത് മെസ്സേജ് ഒക്കെ നോക്കണമെങ്കിൽ ഇതിങ്ങനെ ആക്കണതായിരിക്കും നല്ലത്. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ് മെസ്സേജ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം ഇതിപ്പോൾ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, ലൈവ് വീഡിയോ അല്ല. അപ്പോൾ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പിടിക്കണം. എന്നാലും മെസ്സേജും വ്യൂസൊക്കെ അറിയാൻ പറ്റും. മറ്റേതിൽ വ്യൂസ് അറിയാൻ പറ്റും, പക്ഷേ മെസ്സേജ് അറിയാൻ പറ്റില്ല മറ്റാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ. അപ്പോൾ മെസ്സേജൊക്കെ എന്താന്ന് പറയണമെങ്കിൽ ഇതിങ്ങനെ പിടിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സംഭവമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.